ഇന്ന് രാവിലെ മുതൽ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി ചർച്ചയാക്കപ്പെടുന്ന ഒരു വിഷയമാണ് യൂട്യൂബേഴ്സ് സിനിമ റിവ്യൂ ചെയ്യുന്നത് പൈസ വാങ്ങിയിട്ടാണ്. പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള സിനിമ റിവ്യൂസ് സിനിമയുടെ പ്രൊഡ്യൂസേഴ്സിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടാണ് യൂട്യൂബേഴ്സ് ചെയ്തു കൊടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത കണ്ടു. അതിനകത്ത് തന്നെ ഏറ്റവും അധികം പറയുന്നത് അശ്വന്ത് ഗോക്കിന്റെ പേരാണ്. അശ്വന്ത് ഗോക്കും പല യൂട്യൂബേഴ്സിന്റെ പേര് ആ ഒരു വാർത്താ ചാനലിന്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ന്യൂസ് 18 എന്ന് പറയുന്ന വാർത്താ ചാനലിന്റെ ഭാഗമായിട്ട് വന്ന ഈ ഒരു വാർത്തയിൽ മാധവ് സുരേഷാണ് ആ ഒരു വാർത്തയുടെ ഭാഗമായിട്ട് വന്നിരുന്ന ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത്. അതായത് സുരേഷ് ഗോപിയുടെ ഇളയ മകനായിട്ടുണ്ടായിരുന്ന മാധവ് സുരേഷിന്റെ അംഗം അട്ടഹാസം എന്ന് പറയുന്ന ഒരു സിനിമ ഒരു 3-4 ദിവസം മുമ്പ് റിലീസിന് എത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സിനിമ ഏകദേശം ഒരു 3 ദിവസത്തോളം തിയേറ്ററുകളിൽ ഓടിയുള്ളൂ. അതിനുശേഷം ഇതിന്റെ പ്രൊഡ്യൂസർ ഈ ഒരു സിനിമ ഓട്ടം അവസാനിപ്പിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സിനിമയെ ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ഒരു വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുകയാണ് മാധവ് സുരേഷും ഇതിന്റെ പ്രൊഡ്യൂസറും. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി പറയുന്ന ഒരു കാര്യം, അശ്വന്ത് ഗോക്കിന്റെയൊക്കെ മോശമായിട്ടുള്ള റിവ്യൂ കാരണമാണ് ഇത്തരത്തിലൊരു ഒരു സിനിമ പൊട്ടാനായിട്ട് കാരണമായി വന്നത്. പിന്നീട് അതുപോലെ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, അശ്വന്ത് ഗോക്ക് ഈ ഒരു സിനിമക്ക് പോസിറ്റീവ് റിവ്യൂ കൊടുക്കാനായിട്ട് 1 ലക്ഷം രൂപ ഈ ഒരു സിനിമയുടെ പ്രൊഡ്യൂസറിന്റെ എന്ന് ചോദിച്ചു. ആ ഒരു സമയത്ത് അത് കൊടുക്കാത്തത് കൊണ്ടാണ് അശ്വന്ത് ഗോക്ക് ഇത്തരത്തിൽ മോശം റിവ്യൂ ഈ ഒരു സിനിമയെ ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞത്. അശ്വന്ത് ഗോക്ക് പറഞ്ഞ ആ ഒരു റിവ്യൂ വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ ഭയങ്കരമായിട്ട് ഈ ഒരു സിനിമയെ മോശമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഈ ഒരു സിനിമ മോശമായതുകൊണ്ട് തന്നെയാണ്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സിനിമയെ ബന്ധപ്പെട്ടുകൊണ്ട് പൂർണ്ണമായിട്ടും സംസാരിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. കാരണം ഞാൻ ഈ ഒരു സിനിമ കണ്ടിട്ടില്ല. ഈ ഒരു സിനിമയുടെ ട്രെയിലർ ഞാൻ കണ്ടായിരുന്നു. ട്രെയിലർ കണ്ട സമയത്ത് തന്നെ ഞാൻ ഉറപ്പിച്ച് ഈ ഒരു സിനിമക്ക് പോവില്ലെന്ന്. കാരണം അത്രയ്ക്കുള്ള ആ പടം. കാരണം ഇതിന്റെ ട്രെയിലർ കാണുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ഈ ഒരു പടത്തിന്റെ ക്വാളിറ്റി എന്ന്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സിനിമ റിവ്യൂവേഴ്സ് പൈസ വാങ്ങിയിട്ടാണ് ചെയ്യുന്നതെന്ന് ഇത്തരത്തിൽ വാർത്താ ചാനലുകളിൽ വന്നിരുന്നിട്ട് നാട്ടുകാരോട് മൊത്തം വിളിച്ചു പറയുന്ന ഒരു പരിപാടി വളരെ മോശമാണ്. അതൊക്കെ ഈ ഒരു സിനിമ റിവ്യൂവേഴ്സിന് അവരുടേതായിട്ടുള്ള ഒരു ആ ചാനലിന് അതിൻ്റെതായിട്ടുള്ള ഒരു ക്വാളിറ്റി ഉണ്ട്. ഈ ഒരു ക്വാളിറ്റി ഇല്ലാതാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ചാനലിന്റെ വ്യൂവർഷിപ്പ് മൊത്തം ഇല്ലാതാക്കപ്പെടും. ഇപ്പോൾ ഒരു മലയാളം സിനിമ റിലീസിന് എത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഒരു സിനിമ റിലീസിന് എത്തുന്ന സമയത്ത് എല്ലാവരും ആദ്യം നോക്കുന്നത് ആ സിനിമയുടെ റിവ്യൂ ആണ്. റിവ്യൂ തന്നെ ഏറ്റവും മികച്ചു നിൽക്കുന്ന കുറച്ച് വ്യക്തികളാണ് ഈ പറയുന്ന അശ്വന്ത് ഗോക്ക്, ഷസാം, ഉണ്ണി വ്ളോഗ്സ്. ഇത്തരത്തിലുള്ള വ്യക്തികളുടെ റിവ്യൂസ് കണ്ടിട്ടാണ് ഈ ഒരു സിനിമ കാണണോ വേണ്ടേ എന്നൊക്കെ ജനങ്ങൾ തീരുമാനിക്കുന്നത് തന്നെ. അപ്പൊ അത്രയും ക്വാളിറ്റിയിലാണ് അവർ ആ ഒരു ചാനൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഒരു ചാനലിന് കോട്ടം പറ്റുന്ന രീതിയിൽ ഒരു പരിപാടിയും അവർ ചെയ്യില്ല. ഈ 1 ലക്ഷം രൂപയൊക്കെ കിട്ടിയിട്ട് ഇവർക്ക് ഒന്നുമില്ല. കാരണം ഒരു 1-2 വീഡിയോസ് അവരുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ 1 ലക്ഷം രൂപ അവർക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ വെറും 1 ലക്ഷം രൂപക്ക് ഇത്തരത്തിലൊരു മോശം പടം കൊണ്ടുവന്ന് ഭയങ്കരമായിട്ട് പോസിറ്റീവ് റിവ്യൂ കൊടുത്ത് ചാനലിന്റെ ആ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടുത്താനായിട്ട് ഇവരെന്താ വല്ല പൊട്ടന്മാരാണ്. അങ്ങനെയൊന്നും ഒരിക്കലും ഈ പറയുന്ന അശ്വന്ത് ഗോക്കും ഷസാം ആയാലും ആരും ചെയ്യില്ല. പിന്നീട് അശ്വന്ത് ഗോക്ക് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും പൈസ ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഒരു പൈസ ഞാൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിന്റെ എവിഡൻസ് കാണിക്കാനായിട്ട് നിങ്ങളോട് ഞാൻ ചോദിച്ചതോ അല്ലെങ്കിൽ ബാങ്ക് വഴി ഈ ഒരു പൈസ ട്രാൻസ്ഫർ ചെയ്തതോ അതിൻ്റെതായിട്ടുള്ള കൃത്യമായിട്ടുള്ള എവിഡൻസ് കാണിച്ചിട്ട് സംസാരിക്കാനായിട്ട് പറയുന്നുണ്ട്. വെറുതെ ഒരു വ്യക്തി ഒരു ന്യൂസ് ചാനലിൽ വന്നിരുന്ന് മോശമായിട്ട് ചിത്രീകരിക്കുന്നത് ശരിയായിട്ടുള്ള ഏർപ്പാടല്ല. ഇതൊരുമാതിരി പകരം വീട്ടൽ പോലെ ആയിപ്പോയി. കാരണം ഇവരുടെ സിനിമ തൊട്ട് ഓടിയുമില്ല, ഞങ്ങൾക്ക് പണി കിട്ടി, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഇട്ട് പണിയാൻ നോക്കിയവന്മാർക്കും പണി കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിൽ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ ഒരു വ്യക്തിയെ പറ്റി ഇത്തരത്തിലൊരു ന്യൂസ് ചാനലിൽ വന്നിരുന്ന് ഇതുപോലെ സംസാരിക്കുന്നത് ഒട്ടും ശരിയായിട്ടുള്ള ഏർപ്പാടൊന്നുമല്ല. ഈ ഒരു സമയത്ത് നമുക്കൊരു സിനിമ തിയേറ്ററിൽ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആശ്രയിക്കുന്നത് ഈ ഒരു റിവ്യൂവേഴ്സിനെയാണ്. കാരണം റിവ്യൂ കണ്ടിട്ടാണ് ഓരോ ജനവും ഈ ഒരു സിനിമ കാണാനായിട്ട് പോകുന്നത്. അതായത് ഈ പറയുന്നത് പോലെ ആ ഒരു സിനിമയിൽ എന്തെങ്കിലും ഉണ്ടാകുന്നറിയണ്ടേ. കാരണം ഈ പണിയെടുത്ത് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന പൈസ കൊണ്ടാണ് ഇവർ സിനിമ കാണാൻ പോകുന്നത്. ഇപ്പൊ കേരളത്തിൽ ഏകദേശം ഒരു സിനിമ ടിക്കറ്റിന് 100 അല്ലെങ്കിൽ ഒരു 200 രൂപ താഴേക്കേ ഉള്ളൂ. ഒബ്രോഡൊക്കെ പോവുകയാണെങ്കിൽ ഒരു സിനിമ ടിക്കറ്റിന് 1000, 1500, 2000 രൂപ വരെയൊക്കെ പോവും. അപ്പൊ തീർച്ചയായിട്ടും ഇത്രയും എമൗണ്ട് അവരുടെ ആ ഒരു ഇൻകത്തിൽ നിന്ന് പോവുകയാണ്. അപ്പൊ അത്രയും എഫേർട്ട് ഇട്ട് ജനങ്ങൾ ഈ ഒരു സിനിമ കാണാനായിട്ട് പോകുന്ന സമയത്ത് ഇതിന്റെ റിവ്യൂ തീർച്ചയായിട്ടും നോക്കും. അതിന് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന കുറച്ച് വ്യക്തികളാണ് ഈ പറയുന്ന ഷസാമും, അശ്വന്ത് ഗോക്ക്, ഉണ്ണി വ്ളോഗ്സ്, അത്തരത്തിൽ പ്രമുഖരായിട്ടുള്ള റിവ്യൂവേഴ്സ്. അപ്പൊ തീർച്ചയായിട്ടും ഇവരൊന്നും ഒരിക്കലും പൈസ വാങ്ങിയിട്ട് റിവ്യൂ ചെയ്യില്ല. പിന്നെ ഒന്നാമത്തെ കാര്യം, ഈ ഒരു അംഗം അട്ടഹാസം എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ പടം, ആ ഒരു പടത്തിന്റെ ട്രെയിലറും ടീസറും കാണുമ്പോൾ തന്നെ ആ ഒരു ട്രെയിലറിന്റെ അടിയിൽ തന്നെ ജനങ്ങളുടെ കമന്റ്സ് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു പടം എന്തോരം ഓടുമെന്ന്. ഞാൻ ആ ഒരു ട്രെയിലറിന്റെ താഴെ കമന്റ്സ് പൂർണ്ണമായിട്ടും നോക്കിയായിരുന്നു. ഫുള്ള് നെഗറ്റീവ്. ഒരാൾ പോലും ഈ ഒരു പടം വിജയിക്കുമെന്നോ അല്ലെങ്കിൽ ഒരു പടം പോയി കാണുമെന്നൊന്നും പറയുന്നില്ല. ആയിരക്കണക്കിന് കമന്റ്സ് ആണ് ആ ഒരു വീഡിയോന്റെ താഴെ വന്നിരിക്കുന്നത്.
എന്തൊക്കെയാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്, ഇങ്ങനെ ഒരു കൂറപ്പടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി കമന്റ്സ് ആണ് വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു പടം കൊമേഴ്ഷ്യലി ഇവർക്ക് യാതൊരു ലാഭം ഉണ്ടാക്കില്ല എന്നുള്ള കാര്യം കൺഫേം ആണ്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഇത്തരത്തിൽ അടിസ്ഥാനം ഇല്ലാത്ത പല കാര്യങ്ങളും റിവ്യൂസിനെ ബന്ധപ്പെട്ടുകൊണ്ടും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ ബന്ധപ്പെട്ടുകൊണ്ടും വന്ന് സംസാരിക്കുന്ന സമയത്ത് കൃത്യമായിട്ടൊരു അടിസ്ഥാനം വേണം, അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു എവിഡൻസ് വേണം. ഇതൊന്നുമില്ലാതെ ഒരാളെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിൽ, ഇതിപ്പോ ഇന്ന് അശ്വന്ത് ഗോക്കിനെ ആക്ഷേപിച്ചു, ഇനി ചിലപ്പോൾ മറ്റൊരു യൂട്യൂബർക്കായിരിക്കും ഇനി ഒരു പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ചെയ്യുന്നത് ശരിയല്ല. ഈ പറയുന്ന മാധവ് സുരേഷ് ഒരു മോശം വ്യക്തിയാണെന്നോ അല്ലെങ്കിൽ മാധവ് സുരേഷിന് അഭിനയിക്കാൻ അറിയില്ല എന്നോ ആരും ഇതുവരെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഈ ഒരു പെർട്ടിക്കുലർ പടം അദ്ദേഹത്തിന്റെ ക്യാരക്ടർ അത്ര ഇഷ്ടപ്പെട്ടില്ല, അത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്ത് ചിലപ്പോൾ ഒരു അടുത്ത പടത്തിൽ അദ്ദേഹം ചിലപ്പോൾ ഒരു 100 കോടി ക്ലബ്ബൊക്കെ അടിച്ചേക്കാം, അതൊക്കെ സാധ്യതയാണ്. പക്ഷേ ഒരു പെർട്ടിക്കുലർ പടം, ആ ഒരു പടം കണ്ടിറങ്ങിയ ഒരു വ്യക്തിക്ക് അതിന്റെ റിവ്യൂ പറയുന്നതിൽ എന്താ തെറ്റ്? അതിനകത്തൊന്നും യാതൊരു തെറ്റുമില്ല. ആ ഒരു വ്യക്തിക്ക് തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ താൻ കണ്ടിറങ്ങിയ പടം, അതായത് താൻ പണിയെടുത്തുണ്ടാക്കിയ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് സിനിമാ തിയേറ്ററിൽ പോയിട്ട് കണ്ടിറങ്ങിയ പടത്തിന്റെ അഭിപ്രായം സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നത് എന്താ തെറ്റ്? അത്രേ ചോദിക്കുന്നുള്ളൂ. അപ്പൊ എന്തൊക്കെയാണെങ്കിലും അശ്വന്ത് ഗോക്കിന്റെ ഒരു റിയാക്ഷൻ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു വാർത്ത കേട്ടിട്ട്. എന്തൊക്കെയാണെങ്കിലും ആ ഒരു വീഡിയോയിൽ അദ്ദേഹം ഭയങ്കരമായിട്ടിരുന്ന് സങ്കടപ്പെടുന്നുണ്ട്, അതുപോലെ ഷൗട്ട് ചെയ്യുന്നുണ്ട്. കാരണം മനസാവാച അറിയാത്ത കാര്യങ്ങളൊക്കെയാണ് ഇവർ വന്നിരുന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് നിന്റെ അച്ഛന്റെ വലിയൊരു ഫാനായിരുന്നു ഞാൻ, സുരേഷ് ഗോപിയുടെ ഒട്ടനവധി പടങ്ങൾ ഫസ്റ്റ് ഷോ പോയി കണ്ട വ്യക്തിയാണ് ഞാൻ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് അശ്വന്ത് ഗോക്ക് ഫയർ ആവുന്നുണ്ട്, മാധവ് സുരേഷിനോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഇതൊക്കെ ഒരു ബേസിക് ഓഫ് ഇമോഷൻ ആണ്. ഒരിക്കലും ഒരു അടിസ്ഥാനമില്ലാത്ത രീതിയിൽ ഒരു സമൂഹത്തിന് മുമ്പിൽ ഇത്രയും വിയോബിൾ ആയിട്ടുള്ള ഒരു ചാനലിനെതിരെ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും വരുന്നൊരു ബേസിക് ഓഫ് ഇമോഷൻ ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു സിനിമയെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സിനിമ കേരളത്തിൽ ഇറക്കുന്ന സമയത്ത് ഒത്തിരി പേരാണ് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് അതിന്റെ അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് അവർ പറഞ്ഞ പൈസ, അത് 1 ലക്ഷമോ 2 ലക്ഷമോ 10 ലക്ഷം വരെയും കൊടുത്തിട്ട് അവരെ കൊണ്ട് അഡ്വർടൈസ്മെന്റ് ചെയ്യിപ്പിക്കുന്ന ഒത്തിരി പേരുണ്ട്. അതും പ്രമുഖരായിട്ടുള്ള സിനിമ എടുക്കുന്ന വ്യക്തികൾ എത്ര എത്ര വലിയ വലിയ ബിഗ് ബഡ്ജറ്റ് പടങ്ങളുടെ പരസ്യമാണ് സോഷ്യൽ മീഡിയയിൽ ചെയ്യിപ്പിക്കുന്നത്. അതെന്താണ് കാരണം സോഷ്യൽ മീഡിയ അത്രയേറെ ജനങ്ങളിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു സമയമാണ്. ഒരു സിനിമ അല്ലെങ്കിൽ സിനിമയെന്നല്ല എന്തൊരു കാര്യവും നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് കാണുന്ന ഏറ്റവും വലിയൊരു വഴിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്. അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻഫ്ലുവൻസറിന്റെ അക്കൗണ്ടിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഒത്തിരി ജനങ്ങൾ കാണുകയും ജനങ്ങൾ അത് നോട്ടീസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ വലിയ വലിയ ഒത്തിരി പടങ്ങളുടെ റിവ്യൂസ് അല്ലെങ്കിൽ ഒത്തിരി പടങ്ങളുടെ പരസ്യം ചെയ്തിട്ടുള്ള വ്യക്തികളാണ് ഇവരെല്ലാവരും. അപ്പൊ ഇവരൊന്നും അവരുടെ ചാനലിന്റെയോ അല്ലെങ്കിൽ വ്യക്തിഗതമായിട്ട് അവരുടെ ആ ഒരു തന്റെ ആ ഒരു ക്വാളിറ്റി അത് ജനങ്ങൾക്ക് മുമ്പിൽ നഷ്ടപ്പെടുത്താനായിട്ട് നിൽക്കില്ല. ഈ പറയുന്ന 1 ലക്ഷം രൂപക്കൊക്കെ വേണ്ടി ഇവരൊരു മാസം വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഒന്നൊന്നുമല്ല, 1ന്റെ 10 ഇരട്ടി ഉണ്ടാക്കാനായിട്ട് ഇവർക്ക് എല്ലാവർക്കും പറ്റും. ഇപ്പോൾ കേരളത്തിൽ എന്തൊക്കെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാലും അതിപ്പോ നമ്മുടെ മോളിവുഡ് സിനിമ മാത്രമല്ല, തമിഴ് ആയിക്കോട്ടെ, തെലുങ്ക് ആയിക്കോട്ടെ, ഭാഷ ഏതൊക്കെ ആണെങ്കിലും ഇത്തരത്തിലുള്ള പ്രമുഖരായിട്ടുള്ള റിവ്യൂസിനെ ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ചാനലിൽ ഈ ഒരു സിനിമയെ ബന്ധപ്പെട്ടുകൊണ്ട് റിവ്യൂസ് വരുന്ന സമയത്ത് അതൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഈ പറയുന്ന സിനിമാ പ്രേമികൾ അത് കാണാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന ഒരാളൊരു സിനിമ പോയി കണ്ടു, അയാൾക്കത് ഇഷ്ടപ്പെട്ടില്ല, ചിലപ്പോൾ മറ്റേയാൾക്ക് അത് ഇഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ടേസ്റ്റിനനുസരിച്ച് സിനിമയുടെ ആ ഒരു അഭിരുചി മാറാം. അപ്പൊ തീർച്ചയായിട്ടും ഒരാളുടെ വ്യക്തിഗതമായിട്ടുള്ള അഭിപ്രായം കേട്ടുകൊണ്ട് പോവാതിരിക്കണ്ട. നിങ്ങൾക്ക് ആ ഒരു സിനിമ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി ആ ഒരു സിനിമ കാണാം. ഒരു സിനിമ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ഒരു റിവ്യൂവർ അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പോസിറ്റീവ് റിവ്യൂ കൊടുക്കും, മറ്റൊരു റിവ്യൂവർ ചിലപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മോശം റിവ്യൂ കൊടുക്കും, മറ്റൊരു റിവ്യൂവർ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ഒരു മീഡിയം പടം എന്നുള്ള രീതിയിൽ റിവ്യൂ കൊടുക്കും. അപ്പൊ തീർച്ചയായിട്ടും ഇവരുടെയൊക്കെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് വ്യത്യസ്തമാണ്. അപ്പൊ തീർച്ചയായിട്ടും ജനങ്ങൾക്കും അതുപോലെ തന്നെയാണ്, ഓരോരുത്തർക്കും അവരവരുടെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് സിനിമ കാണണമെങ്കിൽ പോയി കാണാം എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു വ്യക്തിയെ ആക്ഷേപിക്കുന്ന രീതിയിൽ ഒരിക്കലും ചെയ്യരുത്. അത് എക്സ്പെഷ്യലി സിനിമ എടുക്കുന്നവരും സിനിമയിൽ അഭിനയിക്കുന്ന ആക്ടേഴ്സും അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും ഞാൻ അശ്വന്ത് ഗോക്കിനെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. കാരണം ഒരു എവിഡൻസും ഇല്ലാതെയാണ് ഒരു ന്യൂസ് ചാനലിൽ വന്നിരുന്നിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന അംഗം അട്ടഹാസം എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡ്യൂസറും അതിൽ അഭിനയിച്ചിരിക്കുന്ന നായക കഥാപാത്രം ചെയ്തിരിക്കുന്ന മാധവ് സുരേഷും പറഞ്ഞത്. അപ്പൊ തീർച്ചയായിട്ടും അത് അത്ര ശരിയായിട്ടുള്ള ഏർപ്പാടൊന്നുമല്ല. ഇനിയിപ്പോ അശ്വന്ത് ഗോക്ക് അത്തരത്തിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ ചോദിച്ചിട്ടുണ്ടെങ്കിലോ അത് വാങ്ങിയിട്ടുണ്ടെങ്കിലോ കൃത്യമായിട്ട് അത് കൊടുത്തതിന്റെ എവിഡൻസ് കൃത്യമായിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വിശ്വസിക്കാം. അല്ലാത്ത പക്ഷം ഒരിക്കലും ഇത് അത്ര ശരിയായിട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്